Once again, welcome back to KC's Classes. KC's Classes-ന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി M.Com സെക്കൻഡ് സെമസ്റ്റർ എക്സാംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഫിനിഷ് ചെയ്തത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള പ്രോബ്ലം പേപ്പറാണ് മാനേജ്മെൻറ്റ് സയൻസ്. നമ്മൾ ഈ ഒരു സബ്ജക്റ്റിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടിലുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷൻ, ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സ്, ദെൻ നമ്മൾ ഈ ഒരു പേപ്പറിന് ഓൺലൈൻ കോച്ചിങ്ങും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. ഇന്ന് ഫിനിഷ് ചെയ്തു. വളരെ നല്ലൊരു പേപ്പർ തന്നെയാണ് വന്നിട്ടുള്ളത്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. സോ നമുക്ക് എന്തെങ്കിലും ആ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം M.Com-ന് ഓൺലൈനായി കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. നമ്മൾ പ്രോബ്ലം പേപ്പേഴ്സിൻ്റെ ഒക്കെ ക്ലാസ്സസ് എല്ലാ സെമസ്റ്ററിലെയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വീഡിയോ ക്ലാസ്സിൻ്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ടുള്ളത് ചോദിക്കുകയും ചെയ്യാം. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകാം. ഇതാണ് ഡീറ്റെയിൽസ് വരുന്നത്. സെക്കൻഡ് സെമസ്റ്റർ M.Com ഡിഗ്രി റെഗുലർ സപ്ലിമെൻ്ററി എക്സാമിനേഷൻ April 2024 മാനേജ്മെൻറ്റ് സയൻസ് പാർട്ട് എയിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ 7 എണ്ണത്തിൽ 4 എണ്ണം കിട്ടാൻ ഒരു പാടുണ്ടായിരുന്നില്ല. റിപ്പീറ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ തന്നെ വന്നു. അല്ല, ആദ്യത്തെ ഡിസ്കസ് ദി ടൈപ്സ് ഓഫ് ക്യൂയിങ് മോഡൽസ്. നമ്മൾ ക്യൂയിങ്ങിൽ ഏതെങ്കിലും ഒരെണ്ണം പ്രതീക്ഷിച്ചല്ലേ. ദെൻ നെക്സ്റ്റ് സാഡിൽ പോയിന്റ്. ഞാൻ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളിൽ നിർബന്ധമായും പഠിക്കണം എന്ന് പറഞ്ഞാണ് വന്നിട്ടുണ്ട്. ദെൻ മാർക്കോവ് ചെയിൻ അനാലിസിസ്, ഹൗ വിൽ യു ക്ലാസിഫൈ. 2 വെയിറ്റേജിൻ്റെല്ലോ 3 പ്രതീക്ഷിക്കുന്ന ചോദ്യമായിരുന്നു എന്ന് പറഞ്ഞു. ഡമ്മി ആക്ടിവിറ്റി എന്താണ്, വളരെ ഈസി ആയിട്ടുള്ള ചോദ്യം. FSN അനാലിസിസ് ഷുവർ ക്വസ്റ്റ്യനിൽ പറഞ്ഞാണ്. ദെൻ ക്രിട്ടിക്കൽ ആക്ടിവിറ്റി എന്താണ്, ഈസി. ദെൻ ഞാൻ പറഞ്ഞു ഏതെങ്കിലും ഒരു സ്ട്രാറ്റജി വരുന്നുള്ളത്, പ്യുവർ സ്ട്രാറ്റജി ഒന്നും. അപ്പോൾ ഇതിൽ 4 എണ്ണം കിട്ടാൻ വല്ല പാടുണ്ടോ. അപ്പോൾ പാർട്ട് എ ഞാൻ പറഞ്ഞ പോലെ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. പാർട്ട് ബിയിലോട്ട് പോകുന്ന സമയത്ത് അവിടെ തിയറി ഉണ്ട്, പ്രോബ്ലംസും ഉണ്ട്. സോ ഇതിൽ ആദ്യത്തെ സ്റ്റെപ്സ്, എക്സ്പ്ലെയിൻ ദി സ്റ്റെപ്സ് ഓഫ് ഒപ്റ്റിമാലിറ്റി ടെസ്റ്റ് യൂസിങ് മൂതി മെത്തേഡ്. മൂതി മെത്തേഡിൻ്റെ തിയറിയാണ് ചോദിച്ചത് ഇവിടെ. സ്റ്റെപ്സ് നമ്മളതിൻ്റെ പ്രോബ്ലംസ് പഠിപ്പിച്ചിട്ടുണ്ട്. ആ പ്രോബ്ലംസിൻ്റെ സ്റ്റെപ്പുകൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. ദെൻ വാട്ട് ആർ കോസ്റ്റ് ദാറ്റ് ആർ ഇൻവോൾവ് ഇൻ ക്യാരിയിങ് ഇൻവെൻട്രി. ഈസി അല്ലേ. ഇൻവെൻട്രി ക്യാരിയിങ്ങിൽ വരുന്ന കോസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് ഏതൊക്കെയാണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഞാനത് എന്തായാലും നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ് അല്ലേ. നമുക്ക് ഓർഡറിങ് കോസ്റ്റ്, ക്യാരിയിങ് കോസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊരു ഈസി ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളിൽ അത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നതാണ് തിയറി. ദെൻ നെക്സ്റ്റ് നമുക്ക് പ്രോബ്ലം നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന തന്നെ ക്യൂയിങ്ങിൽ ഏതെങ്കിലും ഒരെണ്ണം പ്രതീക്ഷിച്ചാണ്. കസ്റ്റമേഴ്സ് അറൈവ് അറ്റ് വിൻഡോ ഇൻ എ ബാങ്ക് അക്കോർഡിംഗ് ടു എ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് മീൻ. ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട്. 10 വിത്ത് മീൻ 10 per hour, സർവീസ് ടൈം പെർ കസ്റ്റമർ ഇൻ exponential വിത്ത് മീൻ 5 minutes. Then the space in front of the window including that of the serviced customers can accommodate a maximum of 3 customers. Then ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ക്യൂയിങ്ങിൽ നിന്നൊരു പ്രോബ്ലം നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ. പിന്നെ നെക്സ്റ്റ് പേ ഓഫ് മെട്രിക്സ് വന്നിട്ട് ഗെയിം തിയറിയിൽ നിന്നുള്ളത്, അതും നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ ഒരു പ്രോബ്ലം. ഞാൻ ഈ സെയിം ടൈപ്പ് ചോദ്യം തന്നെ വരുന്നുള്ളത് പറഞ്ഞിട്ടായിരുന്നു. അത് തന്നെ ഗെയിം തിയറിയിൽ വന്നിട്ടുണ്ട്. ഇത് തന്നെയാണ് എല്ലാ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നത്. നമ്മൾ പ്രതീക്ഷിച്ച അതേ ചോദ്യം തന്നെ ക്യൂയിങ്ങിൽ നിന്നും ഗെയിമിൽ നിന്നും വന്നു. ഓക്കെ, ദെൻ നെക്സ്റ്റ് നെറ്റ്വർക്ക് അനാലിസിസിൽ നിന്ന് ഈസി ആയിട്ട് ഡയഗ്രാം വരയ്ക്കാൻ വേണ്ടിയിട്ട്. ഇത് ഈസി അല്ലേ. അപ്പോൾ അത് ഫുൾ മാർക്ക് അടിച്ചുകൂടെ അതിന്. കൺസ്ട്രക്ട് എ നെറ്റ്വർക്ക് ഫോർ പ്രോജക്ട് ഹൂസ് ആക്ടിവിറ്റീസ് ആൻഡ് പ്രൊഡ്യൂസേഴ്സ് തന്നിട്ട്. ഇത് ബുക്കിലുള്ള അതേ ടൈപ്പ് ചോദ്യമാണ്. LRPയുടെ ബുക്കിൽ നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കാണുന്ന എന്താണ് ഒന്നാണ് ആക്ടിവിറ്റിയും പ്രൊഡ്യൂസേഴ്സും തന്നിട്ട് ഈസി ആയിട്ട് വരയ്ക്കാൻ, ഫുൾ മാർക്ക് അടിക്കാൻ 3 വെയിറ്റേജ്. നെക്സ്റ്റ് നമുക്ക് ഇൻവെൻട്രിയിൽ നിന്നാണ്. ഡിമാൻഡ് റേറ്റ് ഓഫ് എ പെർട്ടിക്കുലർ ഐറ്റം ഈസ് 12,000 units per year. സെറ്റപ്പ് കോസ്റ്റ് പെർ റൺ 350 പറഞ്ഞിട്ടുണ്ട്. ഹോൾഡിംഗ് കോസ്റ്റും പറഞ്ഞിട്ടുണ്ട്. ഇഫ് നോ ഷോർട്ടേജ് ആർ അലൗഡ് ആൻഡ് ദി റീപ്ലേസ്മെൻറ്റ് ഈസ് ഇൻസ്റ്റൻറ്റേനിയസ്, ഡിറ്റർമൈൻ ദി ഒപ്റ്റിമം റൺ സൈസ്, ഒപ്റ്റിമം ഷെഡ്യൂളിംഗ് പീരീഡ്, മിനിമം ടോട്ടൽ എക്സ്പെക്റ്റഡ് ആനുവൽ കോസ്റ്റ്. ശരിക്കും അതിലോട്ട് പോയില്ലെങ്കിൽ നമുക്ക് വേറെ ഓപ്ഷൻസ് അവിടെ ഉണ്ട്. അപ്പോൾ ചില കുട്ടികളൊന്നും എടുത്തിട്ടില്ല, കാരണം വേറെ ഓപ്ഷൻസ് അപ്പുറത്ത് ഉള്ളത് കൊണ്ട് തന്നെ. പിന്നെ വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡിലുള്ള പ്രോബ്ലം,
എന്തായാലും പ്രതീക്ഷിച്ചതാണ്. നിർബന്ധമായും ഞാൻ പറഞ്ഞിട്ടായിരുന്നു അസൈൻമെൻറ്റും ട്രാൻസ്പോർട്ടേഷനും പഠിക്കണം എന്നുള്ളത്. ഒരെണ്ണം 3ലും ഒരെണ്ണം 5ലും എന്തായാലും വരുന്നു പ്രതീക്ഷിച്ചതാണ്. അപ്പോൾ വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡിൻ്റെ ഒരെണ്ണം വന്നു, ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും കേട്ടോ. അപ്പോൾ പാർട്ട് ബിയിൽ 4 എണ്ണം കിട്ടാൻ പാടുണ്ടോ? ഇല്ല. വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡിലുള്ള ഒരു പ്രോബ്ലം അത് നമ്മൾ എന്തായാലും പഠിപ്പിച്ചതാണ്. ദെൻ ഗെയിം തിയറി ഈസി ക്വസ്റ്റ്യൻ ചെയ്യാം. പിന്നെ വേണമെങ്കിൽ ക്യൂയിങ് എടുക്കാം, അതല്ലെങ്കിൽ തിയറിയിലോട്ട് പോകുമ്പോൾ ക്യാരിങ് ക്വസ്റ്റിൻ്റെ തിയറി എഴുതാം. മോദി മെത്തേഡ് നിങ്ങൾ പ്രോബ്ലം പഠിച്ചിട്ടുള്ളത് അത് തിയറി ആയിട്ട് എഴുതാം. ഓക്കെ, അപ്പോൾ ഒരു 4 എണ്ണം കിട്ടാൻ വലിയ പാടില്ല എന്ന് പറയാം. ഇനി എസ്ഐയിലോട്ട് പോകുമ്പോൾ ഞാൻ ആക്ച്വലി പറഞ്ഞിട്ടുണ്ടായിരുന്നു സിംപ്ലക്സ് വരാണെങ്കിൽ ചെയ്യണ്ട. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സമയം പോകുന്നൊരു പരിപാടിയാണ്. അപ്പോൾ അവിടെ തിയറി CPM പെർട്ടും നമ്മൾ 3 വെയിറ്റേജിൻ്റെലാണ് തിയറി പ്രതീക്ഷിച്ചത്, അത് 5 വെയിറ്റേജിൻ്റെ എസ്ഐക്ക് വന്നു. അതുകൊണ്ട് ഒരുപാട് കുട്ടികൾ അത് എഴുതിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് പ്രോബ്ലം അസൈൻമെൻറ്റ് പ്രോബ്ലം എസ്ഐക്ക് വന്നതാണ്. അത് പിന്നെ എല്ലാവരും നമ്മൾ പഠിപ്പിച്ചതുകൊണ്ട് അതൊരു പ്രശ്നമില്ല. പിന്നെ തിയറി അത് നമ്മൾ റിപ്പീറ്റായിട്ട് പ്രതീക്ഷിച്ചതാണ്. വാട്ട് ആർ ദീസ് ടൈപ്സ് ഓഫ് ഡിസിഷൻ സ്റ്റെപ്സ് ഇൻ ഡിസിഷൻ മേക്കിംഗ് ഇലാബറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതും റിപ്പീറ്റ് ചോദ്യത്തിൽ പറഞ്ഞ. അപ്പോൾ ഒരുപാട് കുട്ടികൾ ആദ്യത്തെയും 15ഉം ലാസ്റ്റ് തിയറി ചോദ്യമാണ് കുറേ പേര് അറ്റൻഡ് ചെയ്തിട്ടുള്ളത്. 15ാമത്തെ ക്വസ്റ്റ്യൻ സ്റ്റെപ്സ് ഇൻ ഡിസിഷൻ മേക്കിംഗ് അത് ഷുവർ ക്വസ്റ്റ്യനിൽ പറഞ്ഞാണ്. പിന്നെ സിംപ്ലക്സ് ഒരു പ്രോബ്ലം വന്നു. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഗ്രാഫിക്കൽ ഇട്ടതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ഒരു സിംപ്ലക്സ് ഇട്ടു എന്ന് മാത്രം. ബട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സിംപ്ലക്സ് ചെയ്ത് നേരം കളയരുത്. അപ്പോൾ അത് എടുത്തില്ലെങ്കിൽ നമുക്ക് അപ്പുറത്തെ ഓപ്ഷൻ ഉണ്ട്. 17ാമത്തെ പ്രോബ്ലം അസൈൻമെൻറ്റ് പ്രോബ്ലം വന്നിട്ടുണ്ട്. പിന്നെ പെർട്ട് എന്താണ്, പിന്നെ CPM പെർട്ട് നമ്മളുടെ ഡിഫറൻസ് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. മെജോറിറ്റി കുട്ടികൾ അത് എഴുതിയിട്ടുണ്ടെന്നുള്ളതാണ്. ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യം കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് നല്ലൊരു പേപ്പർ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. സാധാരണ ഒരു തിയറിയും 3 പ്രോബ്ലത്തിന് പകരം 2 തിയറിയും 2 പ്രോബ്ലം വന്നുകൊണ്ട് അത് ഒരുപാട് കുട്ടികൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നാണ് പറയുന്നത്. എനിക്ക് മെസ്സേജ് വരും, കാരണം 2 തിയറി തന്നെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ എന്താ പറയുക കംഫർട്ടബിളായി ലാസ്റ്റ് മൊമെൻറ്റിൽ പഠിച്ച കുട്ടികൾക്ക്. പാർട്ട് ബി ആണെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഗെയിം തിയറിയും അതൊക്കെ ആ സെയിം ടൈപ്പ് തന്നെ വന്നു. അപ്പോൾ അങ്ങനെ പാർട്ട് എ പിന്നെ പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ വളരെ നല്ലൊരു പേപ്പർ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നെക്സ്റ്റ് നമുക്ക് സ്ട്രാറ്റജി കോസ്റ്റ് അക്കൗണ്ടിങ് ആണ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് എക്സാമിനേഷൻ ടിപ്സുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്താമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.